ഈ ജനത ഇങ്ങനെ നിൽക്കുകയാണ്. 23 ലക്ഷം വരുന്ന മനുഷ്യർ, അവരുടെ സകല സമ്പത്തും ഒരു സൈന്യം അതിക്രമിച്ച് കയറി അടിച്ച് തകർത്ത് അവരുണ്ടാക്കിയ എല്ലാ സംവിധാനങ്ങളെയും തകർത്ത് 1,50,000-ഓളം മനുഷ്യരെ കൊന്ന്, അതിൽ തന്നെ ഏതാണ്ട് പകുതി കുഞ്ഞുങ്ങളെ കൊന്ന്, 1,00,000-ലധികം പേരെ മാരകമായി മുറിവേൽപ്പിച്ച്, ആയുധങ്ങളിൽ ബോംബുകളൊക്കെ ചിലപ്പോൾ അവിടെ ഉപേക്ഷിച്ചിട്ടായിരിക്കും ഈ സൈന്യം പോയിട്ടുണ്ടാവും. ഇനി ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബോംബ് പൊട്ടി മരിക്കും എന്നുള്ളൊരവസ്ഥ വരെ ഉണ്ട്. എന്നാൽ പോലും ഈ ജനത അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതങ്ങനെ നിൽക്കുമ്പോഴും ഇനി അങ്ങോട്ട് ഇസ്രായേലിന് ചെയ്യാനുള്ളത് ഈ ജനതയെ ഇവിടെ നിന്ന് തുരത്തുക എന്നുള്ളൊരു കാര്യമായിരിക്കും ഒരുപക്ഷെ ചെയ്യാനുള്ളത്. അപ്പോഴും ഒരു കാര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒരു സ്പെക്കുലേറ്റീവായിട്ട് വരുന്നുണ്ട്. ഈ ഇപ്പോൾ ഉള്ള വെടിനിർത്തൽ എന്ന് പറയുന്നത് ഈ 42 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. ആദ്യ ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെടിനിർത്തൽ അവസാനിപ്പിക്കും, ഇസ്രായേലിൻ്റെ സൈനിക നടപടി പുനരാരംഭിക്കും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് എത്രത്തോളം സാധ്യതയുള്ളൊരു കാര്യമാണ്? ഇനി അത്തരം ഒരു ഇതിനകത്തേക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇസ്രായേൽ പോകും എന്ന് പ്രതീക്ഷിക്കാമോ? ഞാനങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അത് ട്രംപിൻ്റെ വരവ് അതിലൊരു പ്രധാന ഘടകമാണ്. അങ്ങനെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്താരാഷ്ട്ര രംഗത്ത് പ്രസക്തമാണ്. അമേരിക്കയ്ക്ക് അവരൊരു സൂപ്പർ പവർ അല്ല എന്ന് തന്നെ തോന്നിയിടത്താണല്ലോ ട്രംപ് ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നത്. അവർ പണ്ട് ഗ്രേറ്റ് ആയിരുന്നു, ഇപ്പം ഗ്രേറ്റ് അല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണല്ലോ. അത് വാസ്തവമാണ്. അപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൽ, പ്രത്യേകിച്ച് ഏഷ്യൻ മേഖലയിൽ, മിഡിൽ ഈസ്റ്റിൽ ഒക്കെ ചൈന അതിൻ്റെ സ്വാധീനം വലിയ രൂപത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയും പുതിയ രൂപത്തിലുള്ള സ്ട്രാറ്റജിയും ആവശ്യമാണ്. അവിടെയാണ് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വളരെ പ്രസക്തമാകുന്നത്. അതില്ലാതെ അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ വീണ്ടും ഒരു സാമ്പത്തിക സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ട്രംപിൻ്റെ കണക്ക് പുസ്തകത്തിൽ 1ാം സ്ഥാനം ഇതിനെ വരുള്ളൂ. അദ്ദേഹം നല്ല കച്ചവടക്കാരനാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ കരാർ നടപ്പാക്കി ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാത്തത്? ഗസ യുദ്ധം മാത്രമാണ് ഇതിന് കാരണം. അതുണ്ടായിരുന്നില്ല എങ്കിൽ നമ്മൾ G20 ഒപ്പിട്ട കരാറാണ്, അതൊട്ടും മുന്നോട്ട് പോയിട്ടില്ല. അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങൾ അബ്രഹാമിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് അറബികൾ, ജൂതന്മാർ ഇന്ത്യയുമായിട്ട് ഐക്യപ്പെടുന്നു, അത് യൂറോപ്പുമായി ഐക്യപ്പെടുന്നു. ഇങ്ങനെ ഒരു കൊറിഡോർ ഉണ്ടാകുന്നു. അത് അമേരിക്ക അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നു. അപ്പോൾ പുതിയ ഒരു ക്രമം രൂപപ്പെടുകയാണ്. അത് ഏറ്റവും അധികം ഗുണകരമാകുന്നത് അമേരിക്കയ്ക്കായിരിക്കും, ഇന്ത്യക്കും വലിയ ഗുണമുണ്ടാകും. രണ്ടാമത്തെ കാര്യം, ആ മേഖലയിൽ രൂപപ്പെട്ടു വരുന്ന പുതിയ സമവാക്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 2020 ട്രംപ് നേരിട്ടിടപെട്ട് ഉണ്ടാക്കിയിട്ടുള്ള അബ്രഹാമിക് അക്കോർഡ്. അതായത് അബ്രഹാമിൻ്റെ സന്തതി പരമ്പര എന്നതിൽ ജൂതന്മാരും ഇസ്രായേലുകളും ഐക്യപ്പെടുക എന്ന ഒരു ബിബ്ലിക്കൽ വിഷൻ കൂടി അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് സക്സസ്ഫുള്ളായിരുന്നു. അതിൻ്റെ ഭാഗമായി UAE-യുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്തു, ബഹ്റൈനുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്തു, ഉത്തര ആഫ്രിക്കയിലെ മൊറോക്കോയുമായിട്ട് സുഡാനുമായിട്ടും ബന്ധമുണ്ടാക്കി. എന്നുവെച്ചാൽ ഈ മേഖലയിലെല്ലാം ആ മേഖലയിലെ അറബ് രാജ്യങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്. അതിൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫലസ്തീൻ പ്രശ്നത്തിൽ ഈ ദ്വിരാഷ്ട്ര പരിഹാരത്തിലേക്ക് നീങ്ങണം, അല്ലെങ്കിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് വിശ്വസനീയമായ ഉറപ്പ് ലഭിക്കണം എന്ന നിലപാട് സൗദി ഭരണകൂടം എടുത്തുകൊണ്ട് മാത്രമാണ് സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്തത്. പക്ഷേ സൗദി അറേബ്യയുമായിട്ട് മറ്റു പലതരത്തിലും അടുത്ത ബന്ധങ്ങൾ ഇസ്രായേലുണ്ട്. അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി തന്നെ ജൂതനെ കൊല്ലുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞൊരു ഫത്വ പോലും പുറപ്പെടുവിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ സൗദി അറേബ്യയുമായിട്ടും ബന്ധം നോർമലൈസ് ചെയ്യപ്പെടും അബ്രഹാമിക് അക്കോർഡിൻ്റെ ഭാഗമായി എന്ന ഘട്ടത്തിലാണ് ഒക്ടോബർ 7 ഉണ്ടാവുന്നതും അതേ തുടർന്ന് ഈ കരാറുകളെല്ലാം ഫ്രീസ് ചെയ്യപ്പെടുന്നതും. സൗദി അറേബ്യ ഇസ്രായേൽ ബന്ധവും ഇപ്പോൾ പഴയതുപോലെ തന്നെ നിൽക്കുകയാണ്. 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ മേഖലയിൽ അമേരിക്കൻ താല്പര്യം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ അബ്രഹാമിക് അക്കോർഡിന് വളർച്ചയുണ്ടാവണം, അതിന് തുടർ മുന്നേറ്റങ്ങൾ ഉണ്ടാവണം. സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധമൊക്കെ നോർമലൈസ് ചെയ്യുന്ന നിലയിലേക്ക് പറയുന്ന വ്യവസായ ഇടനാഴി പോലെയുള്ള സംഗതികൾ നടപ്പാവണമെങ്കിലും ഈ അക്കോർഡിനനുസരിച്ചുള്ള തുടർ പ്രവർത്തനങ്ങൾ നടക്കണം. ഇത് ആ മേഖലയിൽ യുദ്ധം നടക്കുന്ന കാലത്തോളം ഇത് അസാധ്യമാണ്. അതുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ അവിടെ സമാധാനം ഉണ്ടാകേണ്ടത് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അനിവാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണെങ്കിലും വലിയ താല്പര്യത്തോടുകൂടി ഇതിൽ ഇടപെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ 42 ദിവസം കഴിഞ്ഞിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാനാണ് സാധ്യത. മാത്രവുമല്ല, ഒരു പരിധിവരെ ഇസ്രായേൽ
തൽക്കാലത്തേക്കുള്ള അവരുടെ യുദ്ധലക്ഷ്യങ്ങളൊക്കെ നേടി. ഹിസ്ബുള്ളയെ ഏറെക്കുറെ ദുർബലമാക്കി, ഇറാനെ ന്യൂട്രലൈസ് ചെയ്തു. അപ്പോൾ ഹൂത്തികളാണെങ്കിൽ വെടിനിർത്തൽ വന്നതോടുകൂടി ഞങ്ങൾ ഇനിയിപ്പം ആക്രമിക്കുന്നില്ല. സിറിയയിലാണെങ്കിൽ പുതിയ ഭരണ സംവിധാനം വന്നു, ഇപ്പോൾ അസദ് ഭരണകൂടം ഇല്ലാതായി. അസദ് ഭരണം സിറിയയിൽ പുതിയ ഭരണകൂടം വന്നു. ഇനി ആകെയുള്ളത് ഈ ഫലസ്തീനിൽ സാധാരണ മനുഷ്യരോടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യേണ്ടത്. അത് നീതിപൂർവമാവില്ലല്ലോ. അപ്പം ഗസൻ വെടിനിർത്തൽ പോലും പെട്ടെന്നുണ്ടാവാനുള്ള കാരണം ഇതാണ്. ഇപ്പോൾ ഇസ്രായേലിന് പണ്ട് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു, ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളെ ആക്രമിക്കുന്നു, ഇവിടുന്ന് ഹുത്തികൾ ആക്രമിക്കുന്നു, ഇസ്രായേൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഇവരെല്ലാം ചേർന്ന് ഇറാനും അതിൻ്റെ പ്രോക്സികളും പിന്നെ ഈ ഫലസ്തീൻ തീവ്രവാദ സംഘങ്ങളും ചേർന്ന് ഈ ഒരു നറേറ്റീവ് പോയി. ആ നറേറ്റീവ്സിന് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റിലേക്ക് 42 ദിവസത്തിനകം പോകും. അതുമാത്രമല്ല, ഇതിൽ പവർ ബ്രോക്കർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ശക്തികൾ അതിൽ ഒന്ന് ടർക്കിയാണ്, മറ്റൊന്ന് ഖത്തറാണ്, മൂന്നാമത്തത് ഈജിപ്താണ്. ഈ 3 രാജ്യങ്ങളും വെസ്റ്റേൺ ബ്ലോക്കിൻ്റെ പാർട്ട് ആൻഡ് പാർസലും കൂടിയാണ്. അതിൽ ടർക്കിയാണെങ്കിൽ നാറ്റോ അംഗവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഘടകങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ 42 ദിവസത്തിന് ശേഷവും ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാവാനും നീണ്ടു നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റിലേക്ക് പോകാനാണ് സാധ്യത. അത് പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, ഒരു സ്വതന്ത്ര ഫലസ്തീൻ ഇന്ന് പൊതുവെ നമ്മൾ അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുത, കിഴക്കൻ ജെറുസലേമും ഗസയും വെസ്റ്റ് ബാങ്കും ചേർന്ന് ഒരു രാജ്യമുണ്ടാകുക, അതിനുള്ള സാധ്യതയൊക്കെ വിദൂരത്താണ്. അതൊന്നും എളുപ്പം സാധ്യമാകും എന്നെനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം ഇപ്പോൾ ട്രംപ് എംപയറിൻ്റെ ഭാഗമായിട്ടുള്ള ആളെയാണ് അവിടേക്ക് എൻവോയ് ആയിട്ട് ട്രംപ് അയച്ചിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സാമ്പത്തിക താല്പര്യമാണ് പ്രതിഫലിക്കുന്നത്. അതായത് ഗസയുടെ റീകൺസ്ട്രക്ഷൻ ഇന്ന് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വേണ്ടി വരുന്ന ഒരു വലിയ എൻ്റർപ്രൈസാണ്. അപ്പോൾ ട്രംപിൻ്റെ പ്രധാന പരിപാടി തന്നെ ഈ ബിസിനസ് വർദ്ധിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് എംപയർ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കച്ചവട കൂട്ടാളിനെയാണ് അവിടേക്ക് ഇപ്പോൾ പ്രത്യേക എൻവോയ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ട്രംപ് ഒരു റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നതെങ്കിൽ ഇനിയും ഈ ഒരു ജിനോസൈഡൽ അറ്റാക്കിന് ഇസ്രായേലിന് അനുമതി കൊടുക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ കൂടെ ഒറ്റ കാര്യവും കൂടിയുണ്ട്, അത് ഈ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റമാണ്. ഈ ബെഞ്ചമിൻ നെതന്യാഹു കൊള്ളാത്തൊരു മനുഷ്യനായിരുന്നു. ഇപ്പം ഡേവിഡ് ഷുൾമാൻ്റെ ഇൻ്റർവ്യൂ ഹിന്ദുവിൽ താങ്കൾ വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹം 2 കാര്യങ്ങൾ ഊന്നി പറയുന്നത്, ഒന്ന് ഇസ്രായേലിലെ ഈ ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങളെ 100% റിജക്റ്റ് ചെയ്യുക, റെജക്ഷനിസം എന്നാണ് പറയുന്നത്. നമ്മുടെ ഒത്തിരി ആളുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കാണ് അക്കമഡേഷൻ റിജക്ഷനിസം, ടോട്ടൽ റിജക്ഷൻ ഓഫ് ഫലസ്തീനിയൻ പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്നുള്ളത്. അതാണ് ഇദ്ദേഹം ചെയ്യുന്നത്. രണ്ടാമത്തത്, എങ്ങനെയെങ്കിലും അധികാരത്തിൽ തുടരുക എന്ന ലക്ഷ്യം മാത്രമേ ആൾക്കുള്ളൂ. എങ്ങനെയും അധികാരത്തിൽ തുടരുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക്, ലിക്വിഡ് പാർട്ടിക്ക് 32 അംഗങ്ങളേ ഉള്ളൂ. പ്രതിപക്ഷ പാർട്ടിക്ക് 24 അംഗങ്ങളുണ്ട്. ബാക്കി അദ്ദേഹത്തിന് 20 അംഗങ്ങൾ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന 20 അംഗങ്ങൾ. ഒന്ന് റിലീജിയസ് സയൻസ് പാർട്ടിയാണ്, അവരാണ് ഫൈനാൻസ് മിനിസ്റ്റർ സ്മാർട്രിഷ്, അവർക്ക് 7 അംഗങ്ങളുണ്ട്. പിന്നെ യുണൈറ്റഡ് തോറ പാർട്ടി ഉണ്ട്, അവരെ എക്സ്ട്രീം ഫാർ റൈറ്റ് പാർട്ടിയാണ്, അവർക്ക് 7 അംഗങ്ങളുണ്ട്. പിന്നെ ഒരു കഹാനിസ്റ്റുകളുടെ ഒരു പാർട്ടിയുണ്ട്, അതിന് 6 അംഗങ്ങളുണ്ട്. അപ്പോൾ തന്നെ 20ആയി. ഇവരാണ് പ്രധാനമായും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അൾട്രാ റൈറ്റ് പാർട്ടികൾ, ഫാർ റൈറ്റ് പാർട്ടികൾ, എക്സ്ട്രീം സയനിസ്റ്റ് പാർട്ടികൾ, ഇവരുടെയൊക്കെ താളത്തിനൊത്ത് തുള്ളുകയും അവരെ അബ്യൂസ് ചെയ്തും എങ്ങനെയും അധികാരത്തിൽ തുടരാൻ ഈ ബിബി എന്ന് വിളിക്കുന്ന ഈ ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്ന ട്രപ്പീസ് കളിയാണ് ഈ യുദ്ധത്തെയും ഈ സംഘർഷങ്ങളെയും മുന്നോട്ട് നയിക്കുന്ന ഘടകം. അതിൽ തന്നെ ഒരുപക്ഷെ പല ഗൂഢാലോചന സിദ്ധാന്തക്കാരും പറയുന്ന ഒരു കാര്യവും കൂടി ഇതിൽ പ്രസക്തമാണ്. ഈ ഒക്ടോബർ 7 തന്നെ ഉണ്ടാകുമായിരുന്നില്ല, കാരണം അതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ മൊസാദിനുണ്ട്. അപ്പോൾ ഒരു അക്രമം നടന്നോട്ടെ, കുറച്ച് ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ സ്ഥിതി മാറുമല്ലോ. ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ നിലവിലുള്ള ഭരണാധിക്കെതിരായിട്ട് ഒരിക്കലും ആ ജനം ചിന്തിക്കില്ല. അപ്പം അങ്ങനെ അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടിയിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഒന്ന് കണ്ണടച്ചതാണ് എന്ന് പോലും ചില ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്നുണ്ട്. ഏതായാലും ഡേവിഡ് ഷുൾമാൻ്റെ വാദം 100% ശരിയാണ്. ഇദ്ദേഹം ഈ ബെഞ്ചമിൻ നെതന്യാഹു വളരെ ക്രൂക്കഡായിട്ടുള്ള അധികാരത്തിൽ എങ്ങനെയും തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ആ 3 B പറയുന്നത് എങ്ങനെയാണ്? ആൻ്റണി ബ്ലിങ്കൻ,
ബൈഡൻ ആൻഡ് ബെഞ്ചമിൻ നെതന്യാഹു, 3 ബികൾ. ഈ 3 കൂട്ടുകെട്ടാണ്. ഇവരെക്കാൾ ഭേദമാണ് ട്രംപ് വേറൊരു അർത്ഥത്തിൽ. കാരണം ട്രംപ് ഈ നെതന്യാഹുവിൻ്റെ സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യങ്ങളെ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിമർശിക്കുന്ന വീഡിയോ പോലും ഷെയർ ചെയ്യാൻ ട്രംപ് തയ്യാറായത്. ഈ ഒരു ഘടകം, അതായത് ഒരു ലിബറൽ സയനിസ്റ്റുകൾ ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ അധികാരത്തിൽ വന്നാൽ തന്നെ ഇസ്രായേലിൽ മാറ്റം ഉണ്ടാവും. ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇനി അധികാരത്തിൽ തുടരാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും. കാരണം അത്രയും അദ്ദേഹത്തിൻ്റെ സയനിസത്തിനോ തീവ്ര സയനിസം ഇതൊന്നുമല്ല. ആസ് എ ഇൻഡിവിജ്വൽ, ആസ് എ റൂളർ എന്ന നിലയ്ക്ക് അദ്ദേഹം ശരിയല്ല, കറപ്റ്റാണ്, അങ്ങനെ മഹത്വം എന്ന് പറയാവുന്ന ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. ഈ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യവും അതിശയിപ്പിക്കുന്ന മെയ്വഴക്കം കൊണ്ട് മാത്രം അധികാരത്തിൽ തുടരുന്നതാണ്. അദ്ദേഹം സമ്മാനിച്ച ദുരന്തമാണ് ഒരർത്ഥത്തിൽ ഇന്ന് ഗസയിലും ഫലസ്തീൻ ജനതയും അനുഭവിക്കുന്നത്. അതുകൊണ്ട് അതിലും ഒരു മാറ്റമുണ്ടാവും. അപ്പോൾ അതും കൂടെ ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫലസ്തീൻ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകും. ചുരുങ്ങിയ പക്ഷം നീണ്ടു നിൽക്കുന്ന ഒരു സമാധാന ഉടമ്പടിയിലേക്കെങ്കിലും കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.